ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ചിട്ട് പംകിൻ ചെയ്യുന്ന വീഡിയോ ആണ്. കഴിഞ്ഞ ക്രോഷ്യോൻ്റെ വീഡിയോയിൽ എല്ലാവരും, അതായത് ഒരുവിധപ്പെട്ട കമൻസ് ഞാൻ നിങ്ങളെല്ലാവരും അയക്കുന്ന കമൻസ് എല്ലാം വായിക്കാറുണ്ട് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കമൻ്റായിരുന്നു പംകിൻ ഒന്ന് ചെയ്ത് കാണിക്കാവോ എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോ അതാകാം എന്നുള്ളത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വയ്യ, നല്ല ചുമയുണ്ട്. അപ്പം എൻ്റെ എനർജി കുറച്ച് കുറവായിരിക്കും. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പംകിൻ്റെ വീഡിയോ ആണ്. നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ആ വീഡിയോയിലോട്ട് പോവാം. ഹാഫ് ഡബിൾ ക്രോഷ്യോ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ബേസിക് സ്റ്റിച്ചാണത്. അപ്പോൾ ക്രോഷ്യോ ഒട്ടും അറിയാത്ത ആൾക്കാർക്കും ഇത് വേഗം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ബേസിക് സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട് സിംഗിൾ ക്രോഷ്യോയുടെ. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ അത് പോയി കാണണം. അതിൽ ഞാൻ ഇതിൻ്റെ ഏറ്റവും ബേസിക്സ് തൊട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഇത് സ്ലിപ്പ് നോട്ട് ഇടുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടും അറിയാത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ യാണാണ്. ഇത് വൂളിൻ്റെ യാണാണ്, കുറച്ച് കട്ടിയുള്ള യാണാണ്. സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വൂളിൻ്റെ യാൺ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള യാണാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ ചെയ്ത് എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിയുള്ള യാൺ എടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ ഞാൻ 5.5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ അക്രലിക്കിൻ്റെ യാണാണ് ഉള്ളതെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വലിപ്പത്തിലുള്ള 5 mm ഹുക്ക യൂസ് ചെയ്താലും മതി കേട്ടോ. അക്രലിക്കിൻ്റെ യാണാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ 5 mm നീഡിൽ യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിനെ കഴിഞ്ഞും തിക്കുള്ള യാണാണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ യാണിനെ കഴിഞ്ഞും തിക്കുണ്ട് ഈ യാൺ. നിങ്ങൾക്ക് സ്റ്റിച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്തു തുടങ്ങാം. സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് ഇനി ഞാൻ നിങ്ങളെ പ്രത്യേകം പഠിപ്പിക്കണ്ടല്ലോ. സ്ലിപ്പ് നോട്ട് ഇടാനായിട്ട് ഇങ്ങനെ ചെയ്ത് യാൺ ഓവർ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ എടുത്തു, സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇതിലിങ്ങനെ ലൂസായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ 20 ചെയിൻ ചെയ്യണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 കണ്ടോ. ഇങ്ങനെ 20 ചെയിൻ ചെയ്യണം. ചെയിനെല്ലാം ഒരേ വലിപ്പമായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെയിനെല്ലാം ഒരേ സൈസായിരിക്കണം. ഇങ്ങനെ 20 ചെയിൻ ചെയ്യണം. 20 ചെയിൻ ചെയ്തിട്ട് ഇതിൽ 2 എണ്ണം വിടണം നമ്മൾ. ഈ 20 ചെയിൻ ചെയ്ത് ഇതിൽ 2 എണ്ണം ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷ്യാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 2 ചെയിൻ വിട്ടിട്ട് മൂന്നാമത്തെ ചെയിനിലെ ഈ മോളിൽ കാണുന്ന ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മോളിൽ കാണുന്ന ലൂപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മോളിൽ കാണുന്ന ലൂപ്പിൽ നമ്മൾ ഈ നീഡിൽ ഇങ്ങനെ കയറ്റണം. മനസ്സിലായോ? ഈ നീഡിൽ കയറ്റുന്നതിന് മുൻപ് നമ്മൾ ഈ യാണിനെ ഒന്ന് നീഡിൽ കൂടെ യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ, പുൾ ത്രൂ. എത്രാമത്തെയാണ് ചെയ്യുന്നതെന്ന് നോക്കണേ. 1 2 ചെയിൻ വിട്ടിട്ട് വേണം, മൂന്നാമത്തതിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്.
yarn over, pull through, yarn over, pull through, yarn over, pull through 3 loops. 3 ലൂപ്പിൽ കൂടി നമ്മൾ ഒരുമിച്ച് വലിച്ചെടുക്കണം. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. മനസ്സിലായോ? ഒന്നും കൂടി കാണിച്ചു തരാവേ. നമ്മൾ ആദ്യം 20 ചെയിൻ ചെയ്തു. 20 ചെയിൻ ചെയ്തിട്ട് ഇവിടെ 2 ചെയിൻ നമ്മൾ വിട്ടു. 18ാമത്തെ ചെയിനിലാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ. നമ്മൾ ആദ്യം ഒന്ന് ഇതിൽ ചെയ്യണം, ചുറ്റണം. ആദ്യം ഒന്ന് yarn over, ഈ 18ാമത്തെ ചെയിനിലെ ഈ മുകളിൽ കാണുന്ന ത്രെഡില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ കയറ്റാൻ. എന്നിട്ട് ഒന്നും കൂടി ത്രെഡ് ഇതിലെ ചുറ്റി ഇതിലെ വലിച്ചെടുത്ത് ഒന്നും കൂടി ചുറ്റി, ഇതിൽ 3 ത്രെഡ് ഉണ്ടാവും ഓൾറെഡി. ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരുമിച്ച് വലിച്ചെടുക്കണം. ഇതാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. സിംഗിൾ ക്രോഷ്യയില് നമ്മൾ ഇവിടെ ഈ സൈഡിൽ ഈ വളഞ്ഞു വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ചെയിനെ നമ്മൾ വിടാറുള്ളൂ സാധാരണ. ഹാഫ് ഡബിൾ ക്രോഷ്യയിലും നമ്മൾ സാധാരണ ഒരു ചെയിനെ വിടാറുള്ളൂ. ഈ പ്രൊജക്റ്റിൽ ഞാൻ എപ്പോഴും 2 ചെയിൻ വെച്ച് വിടാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഞാൻ ഓൾറെഡി കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, എനിക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് നീളം വേണം, കൂടുതൽ നീളം വേണം, ഇങ്ങനെ വലിഞ്ഞു വരാനായിട്ട് കുറച്ച് നീളം വേണം. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ 20 ചെയിൻ ഇട്ടിട്ട് 18ാമത്തെ ചെയിനിൽ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 എണ്ണം 2 ചെയിൻ വിട്ട് ചെയ്തത് അതുകൊണ്ടാണ്. എന്നിട്ട് 18ാമത്തെ ചെയിനിൽ ചെയ്തത് ഇട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അധികം വേണ്ട, 2 ചെയിൻ വേണ്ട, 2 ചെയിൻ വിടണ്ട, 1 ചെയിൻ വിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. എന്നാലും ഇത് ചെയ്യാൻ പറ്റും. ഈ പ്രൊജക്റ്റ് ചെയ്തു പോകാനായിട്ട് പറ്റും. 19ാമത്തെ ചെയിനിൽ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ 19 സ്റ്റിച്ച് വീതം ചെയ്ത് പോകണമെന്നേ ഉള്ളൂ മുകളിലോട്ട്. അല്ലെങ്കിൽ 18 സ്റ്റിച്ച് വീതം മുകളിലോട്ട് ചെയ്തു പോകണമെന്ന് മാത്രം. ഇത് ഞാൻ 2 സ്റ്റിച്ച് വീതമാണ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 സ്റ്റിച്ച് വീതം ചെയ്തു പോകും. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റിച്ച് മാർക്കർ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ ഞാനിവിടെ ഇട്ടു. സ്റ്റിച്ച് മാർക്കർ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ, ഫസ്റ്റ് ചെയ്തു പോകുന്നവർ. അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റിച്ച് ചെയ്യുകയാണ്. സ്റ്റിച്ച് ഒന്നും കൂടി പഠിക്കാം. yarn over, ഈ yarn over ചെയ്യാൻ മറക്കരുത്. yarn over, pull through, yarn over, pull through 3 loops. കണ്ടോ, ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു പോകാനായിട്ട് പറ്റുന്ന സ്റ്റിച്ചാണ്. ഇതിപ്പോൾ ലാസ്റ്റത്തെയാണ് ചെയ്യുന്നത്. yarn over, pull through, yarn over, pull through, yarn over, pull through 3 loops. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ 2 ചെയിൻ ചെയ്തിട്ടാണ്, 2 ചെയിൻ വിട്ടിട്ടാണ് ചെയ്തതെന്ന്. അതുപോലെ ഇവിടെ എത്തുമ്പോഴും നമ്മൾ 2 ചെയിൻ ചെയ്യണം. കണ്ടോ, 2 ചെയിൻ ചെയ്തിട്ട് വേണം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത 2 ചെയിൻ വിട്ടിട്ട് ഇവിടെ വേണം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്. yarn over, pull through. സാധാരണ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ നമ്മൾ
ഈ രണ്ട് വീയുടെ ഉള്ളിൽ കൂടെയും കയറ്റി ഇങ്ങനെ ഇങ്ങനെ 3 എണ്ണത്തിന്റെ ഉള്ളിൽ കൂടെയും കയറ്റി ഇങ്ങനെ ഇതാണ് ഇങ്ങനെ ചെയ്ത് പോകും. ഇങ്ങനെ ചെയ്തു പോകും. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യോ. പക്ഷെ നമ്മുടെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പംകിന്റെ പാറ്റേൺ. ഇതിനെ ഇങ്ങനെ ചെയ്ത ഇത് പംകിന്റെ പാറ്റേൺ ആവില്ല. പംകിന്റെ പാറ്റേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊരു വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തുടക്കത്തിൽ ചെയ്യുന്ന പോലെ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കയറ്റണം. മനസ്സിലായോ? യാൺ ഓവർ ഈ ബാക്കിലെ ലൂപ്പിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം കയറ്റുക. എന്നിട്ട് ഈ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് വലിക്കും. യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ 3 ലൂപ്സ്. yarn over, pull through, yarn over, pull through 3 loops. Yarn over, pull through, yarn over, pull through 3 loops. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെൻഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ടൈറ്റാക്കി ഒരിക്കലും ചെയ്യരുത്. ടൈറ്റാക്കി ചെയ്താൽ അതൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എണ്ണം എപ്പോഴും ശ്രദ്ധിച്ചോണം. കറക്റ്റ് എണ്ണം ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചോണം. 18 സ്റ്റിച്ച് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഒരു ലെയറിൻ്റെ അകത്ത്. ലാസ്റ്റ് എണ്ണം വന്നു കേട്ടോ. നമ്മളിതാ ഇവിടെ കറക്റ്റ് നമ്മളിവിടെ ഇട്ടപ്പോൾ ഇത് കറക്റ്റ് എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളിത് ഊരി കൊടുക്കുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ 2 എണ്ണം ചെയ്യുന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണി കൊടുക്കുക. ഇതാണ്ടോ, ഇങ്ങനെ നമുക്ക് ഒരു പൊന്തിയും താന്നുമുള്ള ഒരു ഇത് വരും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ തിരിച്ച് ഇവിടെ ഇതിൽ വേണം ചെയ്യാനായിട്ട്. ഉണ്ടോ, ഇങ്ങനെ ചെയ്ത് പോവാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. കയറി ഇറങ്ങി നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇത് കണ്ടോ, ഇതിപ്പം ഞാൻ കനം കൂടിയ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കഴിഞ്ഞും കുറച്ചും കൂടി വലിപ്പം കൂടുതലായിരിക്കും. ഇപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യോ സ്റ്റിച്ച് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വൈറ്റിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് എത്ര ലെയറാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എത്ര ലെങ്ത്തിന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്മോളൊന്നും പറയാൻ പറ്റില്ല, മീഡിയം എന്നും പറയാൻ പറ്റില്ല. ഈ ഒരു സൈസ് ഇതിനെ കഴിഞ്ഞും കുറച്ചും കൂടി ഒരു വലിപ്പം ഉണ്ടാവും പംകിൻ. ആ ഒരു സൈസിലുള്ളതാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കോട്ടണിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പംകിൻ എപ്പോഴും ചെയ്യുമ്പോൾ കോട്ടണിൽ ചെയ്യുന്നതാണ് കാണാൻ കുറച്ചും കൂടി ക്യൂട്ട്, ഭംഗി ആ ഒരു ഇതിൽ ചെയ്യുന്നതാണ് കേട്ടോ. കോട്ടൺ യാൺസ് പൊതുവെ യാണുകൾ ഞാൻ കൂടുതൽ മേടിക്കുന്നത് വർദ്ധമാനിൽ നിന്നും പിന്നെ മാജിക് നീഡിൽസിൽ നിന്നുമാണ് ഞാൻ യാൺസ് കൂടുതലും മേടിക്കാറുള്ളത്. വർദ്ധമാൻ നല്ലൊരു ഓപ്ഷനാണ്, പിന്നെ മാജിക് നീഡിൽസും നല്ല ഓപ്ഷനാണ് കേട്ടോ. പക്ഷെ ഇത് പംകിൻ ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് വർദ്ധമാനിൽ നിന്ന് മേടിച്ചിരിക്കുന്നതാണ്. നല്ല ഇതാണ്. ഇത് മിക്സ് ആണ്, യാൺ ഇതിൻ്റെ
മിക്സാണ്, നമുക്ക് കുറച്ചും കൂടിയും ചെയ്യാൻ എളുപ്പമാണ്. പംകിൻസ് കൂടുതലും കാണാൻ ഭംഗി കുറച്ചും കൂടിയും കോട്ടൺ യാണുകളിൽ ചെയ്യുമ്പോഴാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഡബിൾ ഇട്ടിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലേഴ്സ് അധികം ഫില്ല് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇത് അധികം കാണാതിരിക്കണമെങ്കിൽ ഡബിൾ ഇട്ടിട്ട് ത്രെഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ ഇതുപോലെ തിക്കായിട്ടുള്ള യാണ് വേണം നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന സാധനം പുറത്തേക്ക് കാണും. ഇത് കണ്ടോ, ഇതുപോലെ. അപ്പം അതത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഇതൊരെണ്ണം ഞാൻ ചെയ്തിട്ട് ഫ്ലോപ്പായതാണ്. അപ്പം അത് ഞാൻ പിന്നെ അതിൻ്റെ അധികം ചെയ്യാനായിട്ട് നിന്നില്ല. അപ്പം നമ്മൾ തിക്കായിട്ട് ചെയ്യണം, അപ്പം നമുക്ക് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ ഇതുപോലെ. അപ്പം നല്ല നമുക്ക് കോട്ടൻ്റെ യാൺസ് മേടിക്കുമ്പോൾ കനം കുറവായിരിക്കും. അപ്പം അത് ഡബിളും ത്രിബിളും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യുക, അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് എത്ര ലെയർ ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാം. വാ, ഇത് കണ്ടോ, ഞാൻ ഈ സെയിം യാൺ തന്നെ സിംഗിൾ ഇട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഭയങ്കര ഫ്ലോപ്പായിട്ട് തോന്നി. അപ്പം ഞാനത് ഡബിൾ ഇട്ട് ചെയ്തു. അപ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നു. കണ്ട, ഈ യാൺ ഞാൻ ഇത് ഡബിൾ ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് എത്ര ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആണ്. 1, ഇത് 2 എണ്ണവാ. അപ്പോൾ നമുക്കിത് 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 1, 23. 23 ലെയർ ഞാനിത് ചെയ്തിട്ടുണ്ട് കേട്ടോ. 23 ലെയർ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതാണിത്. എന്നിട്ട് ഇത് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരു ചെയിനും കൂടി ചെയ്തിട്ട് ഇത് കട്ട് ചെയ്ത് അവസാനിപ്പിക്കും. അപ്പം ഇത് നമ്മൾ തുന്നി ഒക്കെ എടുക്കാനുള്ളതായതുകൊണ്ട് അത്യാവശ്യം നല്ല നീളത്തിന് ഇതിൻ്റെ ത്രെഡ് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല നീളത്തിന് തന്നെ ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ ഇട്ടിട്ട് അവസാനിപ്പിക്കുക. ത്രെഡിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഈ കോട്ടൺ ത്രെഡ് വർദ്ധമാൻ്റെ കോട്ടൺ എന്ന് പറയുന്ന പ്രീമിയം യാണാണിത്. ഇതൊരു മിക്സ് യാണാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇവർ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന നീഡിലിൻ്റെ അളവ് 2.5 mm ആണ്. 2 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ നീഡിലാണ് എടുത്തേക്കുന്നത്. 4 mm നീഡിൽ ഇട്ടിട്ടാണ് ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം എത്ര നീളവും വീതി ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ നീളം ഒരു 9.25 ഇഞ്ചും വീതി ഒരു 4.5 ഇഞ്ചും. ഇനി നമുക്ക് നമ്മളുടെ ഈ വലുതായിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്ന ഈ ത്രെഡ് ഉണ്ടല്ലോ, ഇത് ഇപ്പുറത്തെ ഭാഗത്തോടെ നമ്മൾ കോർത്ത് ഇതിൻ്റെ ഈ ഫസ്റ്റ് ഇതിൻ്റെ ഈ ലെയറിൽ കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം കേട്ടോ നമ്മൾ കോർത്ത് ഇതാക്കാനായിട്ട്. അറ്റം വരെ അങ്ങനെ
കോർത്ത് വരിക കേട്ടോ. ഇതാണ് നമ്മൾ ജോയിൻ ചെയ്ത ആ സ്ഥലം. ഇനിയിപ്പോൾ ഈ ത്രെഡ് നമ്മൾ ഇതുപോലെ ലെങ്ത്തിന് ഇടാൻ പറഞ്ഞത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇവിടം വരെ നമ്മൾ ജോയിൻ ചെയ്ത് കയറ്റിയ സ്ഥലം വരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിനെ ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കും. കണ്ടോ? നന്നായി വലിച്ച് ജോയിൻ ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറ്റി നല്ല പോലെ ഇതിനെ കെട്ടി നന്നായിട്ട് ജോയിൻ ചെയ്ത് നല്ല പോലെ സെക്യൂർ ആക്കി എടുക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഒരു ഭാഗം നന്നായി കെട്ടിയില്ലേ, ഇനി ഇതിനെ നമ്മൾ മറക്കുക ചെയ്യുന്നത്. ഇത് കണ്ടോ? ഇതിനെ നമ്മൾ നന്നായിട്ട് ഇതിനെ അങ്ങ് മറിക്കും. അപ്പം ഇതിനെ മറിച്ചു നമ്മൾ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലേഴ്സ് നിറയ്ക്കാം. നമ്മളിത് തുടങ്ങിയ ഇതിൻ്റെ ഒരു ത്രെഡ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ലേഴ്സ് നിറയ്ക്കാവേ. അപ്പം ഇത് ഫൈബർ ഫില്ലേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് നിറയ്ക്കട്ടെ. ഇപ്പോൾ ഫൈബർ ഫില്ലറെല്ലാം ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ത്രെഡ് ഞാൻ നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് അത് മൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സൈഡിൽ എനിക്ക് ത്രെഡ് കുറവാണ്. അപ്പം ഇത് നീളത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കുറവായ കാരണം കൊണ്ട് ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്ത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ ചേർന്നുള്ള ഭാഗം ചേർന്നുള്ള ത്രെഡ് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. സാവധാനത്തിൽ ചെയ്തെടുക്കുക, ക്ഷമയോടുകൂടി ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഈ ഷേപ്പ് ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ടുള്ള ത്രെഡും കൂടി നമ്മൾ കൂട്ടിയെടുക്കണം. ചേർത്ത് പയ്യെ പയ്യെ എടുക്കാം, വലിച്ച്.
കെട്ടുപിടിക്കാണ്ട് നോക്കുക കേട്ടോ. കാരണം ഇത് നമുക്ക് ഉള്ളിലൊന്നും പോകുന്ന ഒരു ഭാഗമല്ല, അതുകൊണ്ട് നല്ല നീറ്റായിട്ടിരിക്കണം. ഇതാ നമ്മുടെ ഇവിടം വരെ എത്തി. ഇനി നമുക്ക് ഈ ഭാഗം പിടിച്ച് ഇങ്ങനെ പയ്യെ വലിക്കാം. അപ്പം അതിങ്ങനെ ഉള്ളിലോട്ട് രണ്ടും പിടിച്ച് വലിക്കാവേ. ഉണ്ടോ? അതിങ്ങനെ കൂടി വരും. ഉണ്ടോ? ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ കൂടി വരും. അതുകൊണ്ട് പയ്യെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാവേ. ഇത് കട്ട് ചെയ്ത് മാറ്റാവേ. ഇതിപ്പോൾ ചെറിയ പംകിനാണ്, അതുകൊണ്ട് ഈ നീഡിലായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ പിന്നെ വലിയ നീഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഈ വലിയ നീഡിൽ വെച്ചിട്ട് അതിൻ്റെ ഈ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് ത്രെഡ് എടുത്തിട്ട് അതിനൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. ഈ നോട്ട് ഇട്ടിട്ട് അതിന് ആ ഷേപ്പ് ആക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത ആ ത്രെഡ് വെച്ചിട്ടും നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ കാരണം കൊണ്ട് ഞാൻ രണ്ടാമതും ഇതിൻ്റെ ഈ സെൻറ്ററിലോട്ട് പിന്നെ ഈ നീഡിലിനെ ഈ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഈ സെൻറ്ററിലോട്ട് കുത്തിയിറക്കുക, വലിക്കുക, പിന്നെ അടുക്കുക, വലിക്കുക. എനിക്ക് ഈ ത്രെഡ് ഇച്ചിരി ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം കേട്ടോ. വലിക്കുക, കുറച്ചങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈസി ആയിട്ട് വരും. അതുവരെ ഇച്ചിരി ഒരു സെൻറ്റർ ഒന്ന് കുത്തി ഇറങ്ങി വരാൻ ഇച്ചിരി ഒരു
നോട്ട് ചെയ്ത് അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പംകിൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസുകൾ, പംകിന് വേണ്ട അതിൻ്റെ ഈ ഗ്രീൻ കളറ്, അതിൻ്റെ വള്ളിയും കാര്യങ്ങളെല്ലാം വേണമല്ലോ. പിന്നെ അതിൻ്റെ ഈ സ്റ്റിക്ക്, ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സിനമൺ സ്റ്റിക്കാണ്. ഇതൊരു ഗം വെച്ച് നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പം ഇതിൻ്റെ ഈ വള്ളി ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വേറെ കോട്ടൺ യാണാണ്. അത് കനം കുറഞ്ഞ കോട്ടൺ യാണാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ കളറ്, ഇത് ലൈറ്റ് കളറ് ഗ്രീനാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് കളറ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഹോബി സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ യാൺ മേടിച്ചിരിക്കുന്നത്. ഇത് 100% കോട്ടൺ യാണാണ്. ഇത് വേറെ കളറാണ്. ഇതിൻ്റെ പ്രൈസ് 250 ആണ് കേട്ടോ പ്രൈസ്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ആ വള്ളി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഒരു 25 ചെയിൻ അത് ചെയ്യാനായിട്ട് ആദ്യം ഇടണം. മറ്റതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ 25 ചെയിൻ ചെയ്യാം. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25. ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് 2.5 mm നീഡിലാണ് കേട്ടോ. ത്രെഡ് കനം കുറഞ്ഞ ത്രെഡാണിത്. ത്രെഡ് നമ്പർ 3 ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം വിട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. yarn over, pull through, yarn over, pull through, 3 loops. അപ്പോൾ ഇത് ചെയ്യുന്നത് ഒരെണ്ണത്തിൽ തന്നെ ഞാൻ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റിച്ചിൽ തന്നെ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. എന്നാലേ ആ വേവി ആയിട്ട് കിടക്കുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുള്ളൂ. അടുത്തേലും 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. ആ കേളിയായിട്ട് കിടക്കുന്ന പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു 25 ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ആ ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, അത് 2 ചെയിൻ വിട്ടിട്ട് നമ്മൾ ഒരു ചെയിനിൽ തന്നെ നമ്മളൊരു 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം വിട്ട് അല്ലെങ്കിൽ 2 എണ്ണം വിട്ട് പിന്നെ ഒരു 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ അടുത്തതിൽ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ഒരെണ്ണം വിട്ടും 2 എണ്ണം വിട്ടും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സർക്കിളായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. അത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ആ ഒരു സർക്കിളായിട്ട് കിട്ടണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാവും. സിംഗിൾ ക്രോഷ്യ ചെയ്താലും നമുക്ക് ആ പാറ്റേൺ കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കിട്ടുന്നതെന്നുള്ളത് നോക്കുക, അതോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കിട്ടുന്നതെന്നുള്ളത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഏത് പാറ്റേണിലാണ് നല്ല ഭംഗിയിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് പംകിൻ്റെ മുകളിൽ വയ്ക്കുക. ചെയ്തതാ പാമ്പ് പോലെ ചുരുണ്ട് ഒരു ലാസ്റ്റ് സ്റ്റിച്ച് വരെയായി കേട്ടോ.
ഇനി നമ്മളിതാ ഇങ്ങനെ കെട്ടി ഇവനെ നമ്മൾ സെക്യൂറാക്കി. ഒരു കെട്ടും കൂടി. എന്നിട്ട് ഇതങ്ങ് കട്ട് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ പംകിനായി ഇതായി സിനമണോയി. ഇതിങ്ങനെ കുഞ്ഞതായിട്ട് നമുക്ക് സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതിനെ ചെറുതായിട്ട് നമുക്ക് എത്ര സൈസിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സൈസിന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വയ്ക്കുക. അപ്പം എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണുണ്ട്. അത് ഞാനിവിടെ കുത്തി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഇതെല്ലാം കൂടി ഒട്ടിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചു. ആദ്യം ഇവനെ ഒട്ടിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സ്റ്റിച്ചൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ഇതിങ്ങനെ വെക്കുമ്പോൾ നമുക്കിങ്ങനെ ചുരുട്ടിയൊക്കെ കൊടുത്ത് അതിനെ നമുക്ക് വേണ്ട ഷേപ്പിനാക്കി എടുക്കുക. ഗ്ലൂ ഗണ്ണ് വെച്ച് കുറച്ച് ഗം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആക്കുക. ഇത് വെക്കുക. കൈ പൊള്ളാണ്ട് നോക്കണം കേട്ടോ. ഇരുന്നോളും കേട്ടോ, നല്ല സുഖമായിട്ട് ഇരുന്നോളും. കുറച്ചും കൂടി ഗമ്മാക്കുക. സ്റ്റിക്ക് എടുക്കുക. ഇവനെ ഒട്ടിച്ച് വെക്കുക. നമ്മുടെ പംകിൻ കുട്ടൻ റെഡി. ഇത്രയേ ഉള്ളൂ പംകിൻ. ഈസി അല്ലേ? ഇതുണ്ടാക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഉണ്ടാക്കി എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി ആൾക്കാർ എനിക്ക് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ 6-7 പോസ്റ്റേഴ്സ് ചെയ്തു എന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഇതും ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇടണം. എൻ്റെ ശബ്ദമെല്ലാം പോയി ഗൈസ്, ഇത്രയും സംസാരിച്ചപ്പോഴത്തേനും. ഇന്നലെയൊക്കെ ചുമച്ചിട്ട് ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് ചെയ്ത് തരണം എന്നുണ്ടായിരുന്നു. അസുഖമാണെങ്കിലും ഞാൻ അതാണ് ഇത് ചെയ്തിട്ടത്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.